ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ അറ്റാക്ക് അല്ലെങ്കിൽ ഡെവിൾ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ചില സയൻസ് അല്ലെങ്കിൽ സൂചനകളെക്കുറിച്ചും അതിലൊന്ന് അവെയർ ആവണം എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളെയും നമ്മൾ ഹീല് ചെയ്ത് പാസ്റ്റിൽ നടന്ന എല്ലാത്തിനെയും നമ്മൾ ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ ഈശ്വര സാന്നിധ്യത്തിലേക്ക് നടന്ന് അടുത്ത് ഈശ്വരനുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈശ്വരൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒന്നാണ് ഡെവിൾ എനർജി. അപ്പോൾ ഈശ്വരനുമായിട്ട് നമ്മൾ വളരെ കണക്റ്റഡായി നിൽക്കുമ്പോൾ അത് ഡെവിളിന് ഇഷ്ടമല്ല. നമ്മളെപ്പോൾ ഒന്ന് താഴുന്നോ അപ്പോൾ ഡെവിൾ എനർജി ഉയർന്ന് നമ്മളെ കുറച്ചുകൂടെ നെഗറ്റിവിറ്റിയിലേക്ക് ആ കുഴിയിലേക്ക് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ എനർജി പോർട്ടൽസ് ഒക്കെ ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ എക്ലിപ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ന്യൂ മൂൺ ഫുൾ മൂൺ ആ ഒരു പോർട്ടലൊക്കെ ഓപ്പൺ ആവുന്ന സമയത്തൊക്കെ നമുക്ക് 1, 2, 3 ദിവസമൊക്കെ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ അറ്റാക്ക് അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമുക്ക് കൂടുതൽ ആൾക്കാർക്കും ഇത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതിനുള്ള ചില സൂചനകളാണ് ഞാനിവിടെ തരുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അലസത അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ സാധ്യതകളോ വാർത്തകളോ ഒക്കെ വന്നിട്ട് ഞാൻ ഇത്രയും നാളും ഈശ്വരനെ ഇത്രയും പൂജിച്ചു, ആത്മസമർപ്പണം ചെയ്തു, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു, ഈശ്വരനാണ് എനിക്കെല്ലാം, മറ്റൊന്നുമില്ല, എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ് ഈശ്വരനുമായിട്ട് കണക്റ്റഡായി നിന്നിട്ടും എന്തേ ഇത്രയും വലിയ ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങളല്ല എൻ്റെ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്നത്, എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈശ്വരൻ എന്നോട് സ്നേഹമില്ലേ, എന്നെ കാണുന്നില്ലേ, എന്നെ അറിയുന്നില്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെയും കുറ്റപ്പെടുത്തും, ഈശ്വരനെയും കുറ്റപ്പെടുത്തിയിട്ട് ആ കണക്ഷനിൽ നിന്ന് പുറമോട്ടേക്ക് ഒരു വിടുതൽ വാങ്ങിക്കാൻ തോന്നുന്ന ഒരവസ്ഥ. ഒരു 1, 2, 3 ദിവസമൊക്കെ ഇത് കാണുകയുള്ളൂ. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുമ്പം ഭയങ്കര ഹെവിനെസ് തോന്നും. നമുക്ക് ഭയങ്കര സങ്കടമാണോ, അപ്പോൾ പുറമോട്ടുള്ള കാര്യങ്ങളെയൊക്കെ പിന്നെയും തട്ടിപ്പറക്കി എടുത്ത് അതിൽ ഓവർ തിങ്കിങ് ചെയ്യാനും നമ്മൾ വളരെ മടി പിടിച്ച് സങ്കടപ്പെട്ട് ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞ് ഒക്കെ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഡെവിൾ എനർജി കയറി നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതാണെന്ന് ഓർക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ, ഒരു കെട്ടിയിട്ട് വരിഞ്ഞു മുറുക്കിയ ഒരവസ്ഥ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അതൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വാർത്തകളോ എന്തെങ്കിലും വിഷയങ്ങളോ ഒക്കെ വന്ന് മുന്നിൽ വീഴുമ്പോൾ ഞാൻ ഈശ്വരനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈശ്വരനെ ഭജിച്ച് നാമം ചൊല്ലി ചാൻറ്റിങ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഒക്കെ എൻ്റെ മുന്നിൽ എന്തിനാ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് തന്നെ നെഗറ്റിവിറ്റിയും ഒക്കെ അല്ലെങ്കിൽ കനൽ കോരിയിടുന്നത് പോലത്തെ ഒരവസ്ഥയിലേക്ക് ആയിപ്പോകുന്ന ആ ഒരു സാധ്യത. ഇനി മൂന്നാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് നമ്മളുടെ പർപ്പസ് തന്നെ മറന്നു പോകുന്നൊരവസ്ഥ. പർപ്പസ് എന്ന് പറഞ്ഞാൽ ലൈഫ് പർപ്പസാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഭൂമിയിലേക്ക് ഈശ്വരൻ നമ്മളെ വിട്ടപ്പോൾ നമ്മളുടെ ദൗത്യം എന്താണ്, ജീവിതമാർഗവും ജോലിയും ഉത്തരവാദിത്വങ്ങളും അല്ല ഞാൻ പറഞ്ഞത്. സ്പിരിച്വാലിറ്റിയുടെ പടവുകൾ ഓരോന്ന് ചവിട്ടിക്കയറുമ്പോൾ നമ്മളുടെ ആ ദൗത്യം, ഭൂമിയിലേക്ക് ഈശ്വരൻ എന്തിനാണ് എന്നെ വിട്ടതെന്നുള്ള ദൗത്യത്തിലേക്ക് തേടിപ്പോകുന്ന ഒരവസ്ഥ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു മടി തോന്നുക, നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നുക,
മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആരുമല്ല എന്നുള്ളൊരു രീതിയൊക്കെ ആയി പോവുക. നമുക്ക് ഈഗോ ഡെത്തൊക്കെ സംഭവിച്ച് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോവുകയാണെങ്കിലും ഈ സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെയും തിരിച്ച് നമ്മളുടെ ഈഗോയിലേക്ക് കയറിക്കൊണ്ട് ബാക്കി എല്ലാവരും വളരെ നല്ല ജീവിതം ഒക്കെ നയിക്കുമ്പോൾ ഞാൻ അവരെ കുറ്റം പറഞ്ഞ് ഞാൻ എൻ്റെ പാത സ്വീകരിച്ച് ഒക്കെ പോയിട്ട് ഇപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നെഗറ്റീവായി നമ്മുടെ ലൈഫ് പർപ്പസ് മറന്നു പോകുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് വരുന്ന ഒരു സൂചന. അത് സൈക്കിക് അറ്റാക്ക് ആണെന്ന് ഓർക്കുക. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി 1-2 ദിവസം ഇതും കടന്നു പോകും എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഈശ്വരനാണ് എനിക്കെല്ലാം, ഈശ്വരനോട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട്, താങ്ക്ഫുൾ ആയിക്കൊണ്ട്, ട്രസ്റ്റ് ആയിക്കൊണ്ട്, ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ച് മനഃപൂർവ്വം നമ്മളങ്ങ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. എന്നാൽ മാത്രമേ ഈശ്വരനോടുള്ള കണക്ഷൻ നമ്മൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പിന്നെയും അടുത്തേക്ക് വരാനും ഡബിൾ എനർജി അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്സിനെല്ലാം നമുക്ക് പുറന്തള്ളി മുന്നോട്ട് ഈശ്വരനുമായിട്ട് അത്രയും കണക്റ്റഡായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെയുള്ളൊരു സൂചന എന്ന് പറയുമ്പോൾ നമുക്ക് ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള രീതികളാണ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ വളരെ കാമായിട്ട് കുറച്ച് നേരം ചുമ്മാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ റെക്കി ഹീലിംഗ്, അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡീസുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുക, പ്രാർത്ഥന ചൊല്ലുക, ജപമാലയൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സാധനകൾ ചെയ്യുക, ചാൻറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ അറ്റാക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ അറ്റാക്ക്, സൈക്കിക് അറ്റാക്ക് ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് നമുക്കതിനോടെല്ലാം ഒരു മടി തോന്നുക. രാത്രി കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം, മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ തോന്നിയാലും ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ തോന്നുമ്പോൾ എനിക്ക് വയ്യ എന്ന് കരുതി നമ്മളങ്ങ് കിടക്കുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവിടെ നിന്ന് ഉറങ്ങിപ്പോവുക. അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും നമുക്ക് ആ ഹയർ ഫോഴ്സുമായിട്ടൊന്ന് കണക്റ്റഡ് ആവുന്നതിന് പകരം പാസ്റ്റിൽ നടന്നു പോയ പല ചിന്തകളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ വന്ന് കയറുകയും നമ്മളാകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നമുക്ക് ഒന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെയുള്ളൊരു സൂചന എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും സാഹചര്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മളുടെ മുന്നിൽ വന്ന് വീഴുമ്പോൾ നമുക്കാകെ ഒരു ഫ്രസ്ട്രേഷൻ തോന്നിയിട്ട് നമ്മളുടെ പഴയ ആ ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തട്ടിപ്പറക്കി തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ചഞ്ചലത. അപ്പം പുകവലി, മദ്യപാനം അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്ന് നമ്മളിതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അതിലേക്ക് കയറിയതാണെങ്കിൽ തിരിച്ച് അതിലേക്ക് തന്നെ പോകാനായിട്ടുള്ള മനസ്സിൻ്റെ ആ ഒരു വ്യഗ്രത, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആഹാരം കഴിക്കുന്ന ഒരു പ്രവണത, സമയം നേരം ഒന്നും നോക്കാതെ കൈ കിട്ടുന്നതെല്ലാം കഴിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ആ ഒരു താളം തെറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ പഴയ ഓൾഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേണിസത്തിലേക്കൊക്കെ പോകാനായിട്ട് ഉള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇഷ്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെല്ലാമാണ് സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ അറ്റാക്ക് അല്ലെങ്കിൽ ഡെവിൾ അറ്റാക്ക് നിങ്ങളിൽ വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനകൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുക, ഇതങ്ങ് കടന്നു പോകും. ഞാൻ ഈശ്വരൻ്റെ കുഞ്ഞാണ്, ഈശ്വരനറിയാം ഞാൻ എവിടെ വരെ എത്തണം ഈ ഒരു ജന്മത്തിൽ, എൻ്റെ പർപ്പസ് എന്താണെന്ന് എന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് വെയിലുള്ളപ്പോൾ വെയിൽ മാറുമ്പോൾ മഴ പെയ്യും, കാലാവസ്ഥകളൊക്കെ മാറുന്നത് പോലെ ഇതുപോലെ എന്ത് അറ്റാക്കുകൾ വന്നാലും ഞാൻ ഈശ്വരൻ്റെ കുഞ്ഞായതുകൊണ്ട് ആ ഫോഴ്സിന് ഞാൻ കണക്റ്റഡ് ആയിരിക്കും, ആ ഫോഴ്സിന് ഞാൻ ട്രസ്റ്റ് വർത്തിയാണ്. എന്ത് വന്നാലും, എൻ്റെ മരണം വന്നാലും ആ ഒരു വിശ്വാസത്തിന് തകർക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ക്ഷമ ആർജിക്കുകയും വളരെ പീസ്ഫുള്ളായി ഇരിക്കുകയും ദേഷ്യം എത്ര വന്നാലും ഈശ്വരനുണ്ട്, ഇത് 2-3 ദിവസം കൊണ്ടങ്ങ് കടന്നു പോകുമെന്നും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ വളരെ കാമായിരുന്നുകൊണ്ട് നമ്മളെ തന്നെ പുഷ് ചെയ്ത് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പം ഈ പ്രശ്നങ്ങളെല്ലാം മാറി വളരെ കാമായി കഴിയുമ്പോൾ ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ആ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഈശ്വരൻ്റെ ആ ഒരു പരീക്ഷണവുമാകാം ചിലപ്പോൾ അതും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത്
അതിൻ്റെ അടുത്ത പടവിലേക്ക് ഒരു അസെൻഷൻ കിട്ടാനും ഉള്ള ഒരു സാഹചര്യമാവും അത് കടന്നു പോകുന്നത്. എങ്ങനെയായാലും ഈശ്വരനോടുള്ള അടിയുറച്ച വിശ്വാസം അത് കൈവിടാതെ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ജൈത്രയാത്രയിലേക്ക് എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രാർത്ഥനയിൽ എല്ലാവർക്കും നന്ദി.